ഈ വർഷം നമ്മൾ ബിസിനസ് സ്റ്റഡീസ് സെക്കൻഡ് ഇയറിലെ ബിസിനസ് സ്റ്റഡീസ് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂം ആകെ മാറിക്കഴിഞ്ഞു. ഈ കോവിഡ് പശ്ചാത്തലത്തിൽ നമ്മുടെ ക്ലാസ് റൂം ഈ വാട്സപ്പ് ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും യഥാർത്ഥ ക്ലാസ് നമ്മുടെ ശരിക്കൊരു ക്ലാസ് റൂമിൽ എടുക്കുന്ന ആ ഒരു ഇഫക്റ്റ് ഈ ഒരു ക്ലാസ്സിന് ഇല്ല എങ്കിൽ പോലും നമ്മൾ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരാൻ. കാരണം നമ്മുടെ സാഹചര്യം അസാധാരണ സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, പോർഷൻസുകളൊക്കെ തന്നെ തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ഒന്ന് തുടങ്ങി വെക്കാൻ പോകും. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ S3 P3 ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയാൻ പറ്റും. ഫസ്റ്റ് ഇയറിൽ നമ്മൾ P3 ആൻഡ് P5 ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയാൻ പറ്റും. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ട്രേഡ് എന്താണെന്ന് പഠിച്ചു, കൊമേഴ്സ് എന്താണെന്ന് പഠിച്ചു, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസ് പഠിച്ചു, ഇൻ്റർനാഷണൽ ട്രേഡ്, ഡൊമസ്റ്റിക് ട്രേഡുകൾ, ഇൻ്റർനാഷണൽ ബിസിനസ്, ഇതൊക്കെ തന്നെ നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ വിവിധ ഫോം ഓഫ് ഓർഗനൈസേഷൻസ്, പാർട്ട്ണർഷിപ്പ്, കോപ്പറേറ്റീവ് സൊസൈറ്റി, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, ഇതിനൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ഇയറിൽ പഠിച്ചു കഴിഞ്ഞു. ഓരോ ബിസിനസ്സിൻ്റെ ഓരോ രീതികളും ഓരോ ഡിഫറെൻറ്റ് ഫോംസുകളും ഇതൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ ഈ വർഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയാണ്. വ്യത്യസ്തമായൊരു തലത്തിലേക്കാണ് സെക്കൻഡ് ഇയറിലെ ബിസിനസ് സ്റ്റഡീസിനെ നമ്മൾ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ബിസിനസ് സ്റ്റഡീസിൽ പ്ലസ് ടു തലത്തിൽ പഠിക്കാനുള്ളത് തികച്ചും വ്യത്യസ്തമായ, ഫസ്റ്റ് ഇയറിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മാനേജ്മെന്റ്. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ്. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. അപ്പോൾ ഒരു ബിസിനസ്സിനെ വളരെ പെർഫെക്റ്റായ രീതിയിൽ ഒരു ബിസിനസ്സിനെ ഒരു മാനേജർക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. വളരെ പെർഫെക്റ്റായ രീതിയിൽ മാനേജ് ചെയ്യും. അപ്പോൾ എങ്ങനെ ഒരു ബിസിനസ്സിനെ വളരെ പെർഫെക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഒരു ബിസിനസ് യൂണിറ്റിനെ നമുക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, ഈ കാര്യങ്ങളാണ് ഉടനീളം നമ്മൾ സെക്കൻഡ് ഇയർ ബിസിനസ് സ്റ്റഡീസിൽ ലേൺ ചെയ്യാൻ പോകും. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഈ ഓർഗനൈസേഷനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു മാനേജർ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം. ടുവേർഡ്സ് ദ ഗോൾ. അപ്പോൾ നാം എല്ലാവരും മാനേജേഴ്സാണ്. നമ്മുടെ വീടുകളിലെ മദേഴ്സ്, ഫാദേഴ്സ് ഒക്കെ നല്ല മാനേജേഴ്സാണ്. വീട്ടിലെ മദേഴ്സുകളൊക്കെ തന്നെ നമ്മുടെ വീടുകളിൽ വളരെ എഫിഷ്യൻ്റായ രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കിച്ചൺ, ഇതൊക്കെ തന്നെ വളരെ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ മദേഴ്സ്. നമ്മുടെ വീടിനെ വളരെ പെർഫെക്റ്റായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്ന ആളാണ് നമ്മുടെ ഫാദർ. ഇവരൊക്കെ എഫിഷ്യൻ്റ് മാനേജേഴ്സാണ്. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതിനൊരു വിശാലർത്ഥമുണ്ട്. അപ്പോൾ എവിടെ വേണമെങ്കിലും മാനേജ്മെന്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എഫിഷ്യന്റ് മാനേജർ ആകണം. എങ്കിലും നമ്മുടെ ജീവിതം വളരെ സിസ്റ്റമാറ്റിക് ആയ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ വി ഷുഡ് ബി എൻ എഫിഷ്യന്റ് മാനേജർ. അതേപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യണം. മാനേജ്മെന്റ് ഒരു യൂണിവേഴ്സൽ കോൺസെപ്റ്റാണ്. യൂണിവേഴ്സാലിറ്റി ഓഫ് മാനേജ്മെന്റ് അതൊരു യൂണിവേഴ്സൽ കോൺസെപ്റ്റാണ്. എവിടെ വേണമെങ്കിലും ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഓൾ ഫീൽഡ്സ്, ഇൻ ഓൾ സെഗ്മെന്റ്സ്, ഇൻ ഓൾ ഏരിയാസ്. നോ ഡൗട്ട് വി ക്യാൻ അപ്ലൈ ഇറ്റ്. ഓക്കെ. അപ്പോൾ ഓർഗനൈസേഷന്റെ ഗോളിലേക്ക് എത്തിക്കുക എന്നുള്ള റോളാണ് ഒരു മാനേജർ ഏറ്റെടുക്കേണ്ടത്.
ഒരു മാനേജ്. അപ്പോൾ മാനേജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് തലത്തിലേക്ക് കൊണ്ടുപോകാൻ, നമ്മുടെ മൈൻഡിനെ ബിസിനസ് തലത്തിലേക്ക് കൊണ്ടുപോകാൻ, നമ്മളൊരു ബിസിനസ് യൂണിറ്റിനെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഈ ബിസിനസ് സ്റ്റഡീസ്, സെക്കൻഡ് ഇയർ ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാനേജർ ഒരു എഫിഷ്യന്റ് മാനേജർ ആണെങ്കിൽ ആ ഓർഗനൈസേഷൻ, ഏത് ഓർഗനൈസേഷൻ ആവട്ടെ, ആ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞത് ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആവാം, പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ്. നോൺ പ്രോഫിറ്റ് ആവാം, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആവാം, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആവട്ടെ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആവട്ടെ, മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആവട്ടെ, ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിറ്റ് ആവട്ടെ, അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനമാവട്ടെ, ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സും നമുക്ക് പല രീതിയിലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. പ്രോഫിറ്റ് ഉണ്ട്, നോൺ പ്രോഫിറ്റ് ഉണ്ട്, മാനുഫാക്ചറിംഗ് ഉണ്ട്, സർവീസ് ഉണ്ട്. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണെങ്കിലും ആ ഓർഗനൈസേഷന്റെ എയിമിലേക്ക്, ആ ഓർഗനൈസേഷന്റെ ഗോളിലേക്ക് എത്തിക്കുക എന്നുള്ള റോളാണ് ഒരു മാനേജർ ഏറ്റെടുക്കേണ്ടത്. സോ എ മാനേജർ ഷുഡ് ബി an efficient manager, or a businessman should be an efficient manager. അങ്ങനെയാണെങ്കിൽ ഞാനൊരു സിമ്പിൾ ഡെഫിനിഷൻ, മാനേജ്മെന്റ് എന്ന കോൺസെപ്റ്റിനെ കുറിച്ചൊരു സിമ്പിൾ ഡെഫിനിഷൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാണ്. മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ. മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് getting things done. Management is the process of getting things done, okay, with the aim of achieving goals. With the aim of achieving goals. With the aim of achieving goals effectively and efficiently. Effectively and efficiently. Effectively and efficiently. It is one simple definition for the term management. Management is the process of getting things done with the aim of achieving goals effectively and efficiently. Effectively and efficiently. So dear students, let us look this definition properly. മൂന്ന് പോയിന്റ്സുകൾ നമുക്ക് ഈ ഡെഫിനിഷനിൽ നിന്നും അടർത്തിയെടുക്കാൻ പറ്റും. നിങ്ങളൊന്ന് പറഞ്ഞേ, 3 പോയിന്റ്സുകൾ പറയും. ഒന്ന് ശ്രമിച്ചു നോക്കി. 3 പോയിന്റ്സുകൾ ഈ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഫസ്റ്റ് പോയിന്റ്, which one? The first point. Management is a process. Second point, effectively. Third point, efficiently. അപ്പോൾ ഈ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 3 പോയിന്റ്സുകൾ. ഈ മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ 3 പോയിന്റ്സുകളുണ്ട്, അല്ലെങ്കിൽ 3 ടേംസുകളുണ്ട്. ഫസ്റ്റ് വൺ പ്രോസസ്, സെക്കൻഡ് വൺ effectiveness, third one efficiency. Process, effectiveness, efficiency. മാനേജ്മെന്റിൽ ഈ 3 ടേംസുകൾ അടങ്ങിയിട്ടുണ്ട്. മാനേജ്മെന്റിൽ ഈ 3 ടേംസുകൾ അടങ്ങിയിട്ടുണ്ട്.
സോ ഇറ്റ് ഈസ് എ പ്രോസസ്. മാനേജ്മെന്റ് ഒരു പ്രോസസ്സാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്ലാനിങ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓർഗനൈസിങ്, ഇറ്റ് ഇൻക്ലൂഡ്സ് സ്റ്റാഫിംഗ്,